ഹാളില് മംഗലത്തിന് വിളിച്ച ആരാന്നും അറിയില്ല, ബന്ധുവനക്കും അറിയില്ല, വന്ന ആൾക്കും അറിയില്ല ആരാ വിളിച്ചത് എന്നും, വിളിച്ചവനക്ക് അറിയില്ല ഈ വന്ന ആൾ ആരാന്ന്. ഈ രൂപത്തിൽ ആ മംഗലങ്ങൾ നടക്കുന്നത്. കിട്ടിയെങ്കിൽ കിട്ടി ചോറ്, ഇല്ലെങ്കിൽ ഇല്ല. ഈ ഒരു രൂപത്തില് നമ്മളൊരു അപമര്യാദയായിട്ട് അതിഥികളോട് നമ്മൾ ചെയ്യാൻ പാടില്ല. വളരെ തെറ്റാണ്. അതിന് കുറെ അദബും മര്യാദയെല്ലാം ഉണ്ട്. അപ്പൊ ഹാളിൽ അതെല്ലാം നമ്മൾ ഒഴിവാക്കി കളയാം. അതൊരു വിഷയമില്ലാത്ത രൂപത്തിൽ നേരെ നമ്പിച്ച് വീട്ടിലേക്കൊക്കെ ഒരാൾ കടന്നു വരുമ്പോ എന്തോ ഒരു ഗൗരവം നമ്മൾ കൊടുക്കുന്നത്. അതേ ഗൗരവം തന്നെ ഏത് പാവപ്പെട്ട വന്നാലും, ഏത് പണക്കാരൻ വന്നാലും, ഏത് അധികാരി വർഗങ്ങൾ വന്നാലും ആ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട രൂപത്തിൽ മനാസിലവും എന്ന് പറഞ്ഞതുപോലെ അവരോട് യോജിച്ച ആ സ്ഥാനമാനം വകവെച്ച് കൊടുക്കണം. അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തം. ചോറ് കൊടുക്കേണ്ട രൂപത്തിൽ ചോറ് കൊടുക്കുക അല്ലേ? മംഗലത്തിന് വേണ്ടിയിട്ട് 2 വിഭാഗം പാർട്ടി ആണ് കാശി അൽവാക്കുന്നത് ഈ ഭാഗത്തെല്ലാം. പക്ഷെ ചോറിക്കാനിരുന്നാൽ 2 ചമച്ച കറിയും ഒരു അരപ്പൂള ഇറച്ചി. ഇതാണ് അവസ്ഥ. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല ചെയ്യേണ്ടത്. വീട്ടിൽ ചോറില്ലാഞ്ഞിട്ടല്ല, ഞാനിവിടെ ഇങ്ങനെ പറയുന്നത് മാത്രം. ഈ മംഗലത്തിന് വരുന്നതാരോ നിങ്ങളെ ക്ഷണം സ്വീകരിച്ച് നിങ്ങളെ ആ ബഹുമാനത്തില് അതൊരു മര്യാദയാണ്. ഒരു മുഅ്മിനെ ക്ഷണിച്ചെങ്കിൽ ആ ക്ഷണം സ്വീകരിക്കൽ സുന്നത്താണ്, അത് ഹദീസാണ്. പുന്നാര നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് എന്ന നിയത്ത് വെച്ച വരുന്ന ധാരാളം ആളുകളുണ്ട്. അവരൊന്നും വീട്ടിൽ ചോറില്ലാഞ്ഞിട്ടല്ല വരുന്നത്. അപ്പൊ അവർക്ക് കൊടുക്കേണ്ട മര്യാദയിൽ ചിലവർക്ക് കിട്ടിയന്റെ ആ ഇറച്ചിന്റെ ഒരു പൂള് ചിലപ്പോ അത് റബ്ബർ കഷ്ണായി പോയ കുടുങ്ങി, പിന്നെ അവർക്ക് അന്ന് ചോറില്ല, ഒന്നുമില്ല. 2 ചമച്ച കറി ഉള്ളത് തീർന്നു പോയാ പിന്നെ കിട്ടുന്നത് കറിയില്ല. പിന്നെന്താ കിട്ടുന്നത്? ദാള് അല്ലെങ്കിൽ എന്താ പറയാ കച്ചമ്പർ. ഈ ഒരു ഗതികേട് കഷ്ടപ്പെട്ടിട്ട് ചോറ് കഴിക്കണം. യാളിൽ പോയിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കി. നിങ്ങൾ മംഗലം കഴിക്കുന്നവര് ഒരു വന്നുപോയി മാത്രം വളരെ അന്തസ്സോടെ അഭിമാനത്തോടെ വന്നവർക്കൊരു വിഷമവും ഇല്ലാതെ ബേജാറും ഇല്ലാതെ വേണ്ടത്ര അവൻ എത്ര ഭക്ഷിക്കാൻ അതെല്ലാം കൊടുക്കാൻ കഴിയുന്നവർ മാത്രമാണ് മംഗലത്തിന് വിളിക്കേണ്ടവർ. ഈ രൂപമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇതാണ് മര്യാദ, ഇതാണ് അദബ്. ആ വിളിച്ചവൾ അവരുടെ തന്നെ നിന്ന് എന്താ വേണ്ടതെന്ന് ചോദിച്ചവർക്ക് ഇട്ടുകൊടുക്കുക. ഇതൊക്കെ ആതിഥ്യ മര്യാദകൾ ധാരാളം ഹദീസിലുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നിങ്ങളോട് ഈ വിഷയങ്ങൾ പറഞ്ഞു എന്ന് മാത്രം മനസ്സിലാക്കാൻ. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് വളരെ റോങ് ആയിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് വളരെ വശമാണ്. ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. വളരെ വളരെ അന്തസ്സോടെ വന്ന അതിഥികളെ അവർക്ക് എന്താണ് വേണ്ടത്, പിന്നെ ഇത് കഴിഞ്ഞെങ്കിൽ പിന്നെ അത് മാത്രമാണ് ഇവിടെ ഉള്ളൂ എന്ന് അവരെ നിസാരപ്പെടുത്താനോ ഒന്നും പാടില്ല. അതിവിടെ ഒരു ആദത്തായി മാറി. ഇതെല്ലാം നമ്മൾ മാറ്റണം, ഒരു ചേഞ്ചിങ് വരുത്തണം. കയ്യകാൻ പോയാലോ കുടുങ്ങി. പിന്നെ കാരണം നെയ്യ് കുറച്ച് ജാസ്തി ആയെങ്കിൽ പിന്നെ അത് കഴുകിക്കളയാൻ ഒരു സോപ്പിന്റെ ഫീസ് പോലും ഉണ്ടാവില്ല. പിന്നെ ഏതെങ്കിലും മൂക്ക് തോത്തിട്ട് അവലെടുത്തേക്കാരും വരെ തങ്ങളെ അടുത്തേക്ക് ഇതുകൊണ്ട് തോറ്റിക്കോളും. ഇതെങ്ങനെ നമ്മളെ കൈ തോറ്റുന്നു ആഴ്ച. ഇതാണ് എവിടെ പോയാലും അവസ്ഥ. ഈ അവസ്ഥകളൊക്കെ ഒരു മാറ്റം വന്നു. ഈ ഉമ്മത്തിനൊരു അന്തസ്സും അഭിമാനവും മഹാന്മാര് പഠിപ്പിച്ചു തന്ന ആ റൂട്ട് അതെല്ലാം നമ്മള് വലിച്ചെറിഞ്ഞാൽ അത് വളരെ മോശമാണ്. ഇനിയും ഇതിനെ പറഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല എന്നുള്ള രൂപത്തിൽ മുന്നോട്ട് പോയാൽ വളരെ പ്രയാസം. അപ്പൊ വളരെ ആധികാരികമായി തന്നെ ഞാൻ നിങ്ങളോട് പറയുക, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അതിലൊരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് കല്യാണത്തിന്റെ ഹിസാബല്ലായ കണക്കെല്ലാം കൂട്ടിയാൽ അത്ര ലക്ഷം ഇത്ര ലക്ഷം ഉണ്ടാവും. പക്ഷെ കിട്ടിയ പൂള് നോക്കുമ്പോ ഒരു ഇഞ്ച് പോലും ഉണ്ടാവില്ല കണക്കൂട്ടി നോക്കുമ്പോ. ഇതല്ലേ അത് എന്തോ എവിടൊക്കെ പോയി നല്ലാവുമല്ലോ. ഞാൻ മിന്നാന്നൊരു കല്യാണത്തിന് പോയപ്പോ ആ സപ്ലൈനോട് വിളിപ്പിച്ചു സാധനങ്ങൾ. ആ ഉസ്താദ്മാർക്ക് എല്ലാവർക്കും വലിയ സന്തോഷമായി. കാരണം അവർക്ക് ഇന്നവരേക്കും അത്ര കറിയും ഇറച്ചും കിട്ടിയിരിക്കല്ല. അങ്ങനെ പാടില്ലല്ലോ, നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പൊ അതെല്ലാം വിളിച്ചവർ ശ്രദ്ധിക്കുക. അത് വേണ്ട മാതിരി ഉണ്ടോ? ഒരു 10 15 ഉറുപ്പിക ഒരു ലാസ്റ്റ് ഒന്നുകൂടി ജാസ്തി ഇട്ട് വേണ്ടവർക്ക് സന്തോഷത്തോടെ കൊടുക്കുക.
മൈക്കിനും ഡാൻസിനും പാട്ടിനും അതിനും വേണ്ടതിനും വേണ്ടാത്തതിനും മാലക്കും അതുപോലെ പൂവിനും എല്ലാത്തിനും വാരി വലിച്ച് ചെലവാക്കുന്നുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രം പിശുക്ക് പാടില്ല, വളരെ വശമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള വിഷയം പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇതെല്ലാം